നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അതായത് സിജോ ജോൺ ഇനി തിരിച്ചു വരത്തില്ല. അതിനോടൊപ്പം പുറത്തായ നമ്മുടെ റോക്കി ഭായ് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകളാണ്, എന്നുള്ള വീഡിയോസ് ഒക്കെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പം വരുന്നത്. അതായത് നാദറ മെഹ്റൻ പോലുള്ള മുൻകാല കണ്ടസ്റ്റന്റ് കൂടിയായ നാദറ വരെ പിന്നീട് വീഡിയോ ഇട്ട് പറയുന്നുണ്ട് സിജോ ജോണിന് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാദറയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നാദറയുടെ അടുത്ത് പറയട്ടെ, സിജോ ജോണ് ഉറപ്പായിട്ടും തിരിച്ചു വന്നിരിക്കും. 101% സിജോ തിരിച്ചു വന്നിരിക്കും. അതിനൊരു മാറ്റവുമില്ല. നാദറയെ പോലുള്ള മുൻകാല കണ്ടസ്റ്റന്റായ നാദറയ്ക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും പറയാനില്ല. കാരണം സിജോ തിരിച്ചു വരിക എന്നുള്ളത് നമ്മളെക്കാൾ ഉപരി, പ്രേക്ഷകരെക്കാൾ ഉപരി ഷോയ്ക്കാണ് വേണ്ടത്. കാരണം അവിടെ സിജോ ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന ഷോയ്ക്ക് പറ്റിയ ഒരു തെറ്റാണ്. ഷോയുടെ ഉത്തരവാദിത്തമായിരുന്നു അവിടെ വരുന്ന കണ്ടസ്റ്റൻസിനെ ദേഹോപദ്രവോ അങ്ങനെയൊന്നും ചെയ്യാതെ നോക്കേണ്ടത് ഷോയുടെ ഉത്തരവാദിത്തമായിരുന്നു. മനസ്സിലായോ? ഷോയിൽ നിന്ന് പറ്റിയ പിഴവ് മനസ്സിലായോ, അത് അവർ തിരുത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഇതുപോലൊരു കണ്ടന്റ് ക്രിയേറ്ററെ അറിയാമല്ലോ, ഇപ്പൊ നമ്മളൊരു 3-4 പേരുടെ പേരെടുത്ത് കഴിഞ്ഞാൽ സീസൺ 6 ഒരു 4-5 പേരുടെ പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും ഷിജോയുടെ പേരുണ്ടാവും. അറിയാലോ, നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ റോക്കി ആക്രമിച്ചപ്പോൾ തിരിച്ച് ഷിജോ ആക്രമിക്കാതെ ഇരുന്നതും. മനസ്സിലായി, അവൻ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷിജോ തിരിച്ചു വരികയും അതിപ്പം ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകളാണെങ്കിൽ 2-3 ദിവസത്തിനകത്ത് ചിലപ്പോൾ ഈസ്റ്ററിനായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞായിരിക്കാം. വേറെ വിഷയമൊന്നുമില്ല. ഓപ്പറേഷനൊക്കെ വളരെ മൈനറായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. പിന്നെ സംസാരിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം സംസാരിച്ച് തുടങ്ങിയെന്നറിയുന്നു. ആഹാരം കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അതൊക്കെ മാറിക്കൊണ്ട് അതിന് നിങ്ങൾ കട്ടായം എഴുതി വെച്ചോ, സിജോ എന്ന് പറയുന്ന വ്യക്തി തിരിച്ചു വന്നിരിക്കും. ഇനി അടുത്തത് റോക്കി ഭായ് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് റോക്കി തന്നെ പോസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ തിരിച്ചു കയറും, തിരിച്ചു കയറാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ വലിയ മാസൊക്കെ ഇട്ടുകൊണ്ട് റോക്കി ഇതിൽ വീഡിയോ ഇടുന്നുണ്ട്. ഒരു 10 പൈസയുടെ വിവരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ റോക്കി അങ്ങനെ പറയത്തില്ലായിരുന്നു. കാരണം ഒരു ഫിസിക്കൽ അസാൾട്ട് ഈ ചരിത്രത്തിൽ, ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുറത്താക്കിയ വ്യക്തി, അതുപോലെ ആ ഫിസിക്കൽ അസാൾട്ടിന് വിധേയനായവൻ ഇപ്പോഴും ഹോസ്പിറ്റലാണ്. ഒരു സർജറി വരെ ചെയ്യേണ്ടി വന്ന ഫിസിക്കൽ അസാൾട്ട്. എന്നിട്ട് കൂടി ഞാൻ തിരിച്ചു കയറണം, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാൻ എങ്ങനെ തോന്നുന്നു? ആ 10 പൈസയുടെ ബുദ്ധി പോലും താങ്കൾക്ക് ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാരണവശാൽ ഇനി ആ ബിഗ് ബോസ് വീഡിയോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലും പോലും റോക്കി എന്ന് പറയുന്ന ആള് തിരിച്ചു കയറത്തില്ല. അതിനും 101% ഉറപ്പ് തരാം. കാരണം അങ്ങനെയാണ്. എങ്ങനെ കയറ്റും? പിന്നെ റോക്കി അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു എന്നുള്ളത് തന്നെ. ഷിജോ എന്ന് ഇടിച്ചു അന്ന് മുതൽ അതിനുശേഷം ഞാൻ പറയുന്ന 1% പോലും ഒരു ബിഗ് ബോസിൽ മെറ്റീരിയൽ അല്ല താങ്കൾ. 1% പോലും ബിഗ് ബോസിൽ നിൽക്കാനുള്ള യോഗ്യത താങ്കൾക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു വ്യക്തി അല്ലെങ്കിൽ അവിടെ ഒരു സഹ മത്സരാർത്ഥിയെ ഇതുപോലുള്ള ഫിസിക്കൽ അറ്റാക്ക് ഇത്രയും ഹാർഡായിട്ട് ഇടിച്ചവന്റെ എല്ല് വരെ പൊട്ടി സർജറിക്ക് വിധേയമാകുന്ന രീതിയിൽ ഉള്ള അറ്റാക്ക് ചെയ്ത താങ്കൾ ഒരു കാരണവശാൽ 1% പോലും ബിഗ് ബോസ് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയില് പങ്കെടുക്കാൻ അർഹനയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസിട്ടിട്ട് ഈ പറഞ്ഞാൽ എന്താണ്, പ്രേക്ഷകർ നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തിരിച്ചു വരും എന്നുള്ളത്. പിന്നെ വോട്ടിങ്ങിന്റെ കേസാണ്. ഞാൻ കുറച്ച് പേരുടെ വോട്ട് റിസൾട്ട് കൊടുക്കാം, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത്. ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ജനങ്ങൾ എന്താണ് പിന്നീട് ഈ പറഞ്ഞല്ല ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണെന്ന് ആൾക്കാർക്ക് അറിയാം. പ്രൊവോക്ക് ചെയ്യും, അവിടെ സംയമനം പാലിച്ച് നിൽക്കാനുള്ളത് റോക്കിയുടെ പിന്നെ കടമയായിരുന്നു. റോക്കിക്ക് അങ്ങനെ ഒരു സംഭവമില്ല. റോക്കി ഗുണ്ട ഇത് കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. മനസ്സിലായോ? നമ്മുടെ ഗുണ്ടാത്തരം കാണിക്കാനുള്ള സ്ഥലം ഇത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റൊരു റിയാലിറ്റി ഷോയാണ്. അവിടെ അതിജീവനമാണ്. ഇതൊക്കെ അതിജീവിച്ച് പോകുക എന്നുള്ളതാണ്. അതിജീവിക്കുന്നവരാണ് ഇപ്പം അവിടെ നിൽക്കുന്ന A to Z. ഇപ്പൊ ആരൊക്കെ അവിടെയുണ്ട് അവരെല്ലാം റോക്കിക്കാളും കഴിവുള്ളവരാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ആരൊക്കെ നിൽക്കുന്നു അല്ലെങ്കിൽ എവിക്റ്റായി പോയവരൊക്കെ റോക്കിയെക്കാളും കഴിവുള്ളവനാണ്. മനസ്സിലായോ? അവർക്ക് ആ ടെമ്പർമെന്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. പിന്നീട് വെളിയിൽ ഇറങ്ങിയിട്ട് ഞാനത് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ട് മാസ് കാണിക്കുന്ന റോക്കി എടുത്ത് പറയാനുള്ളത്, നീ ഈ പറയുന്ന ബോക്സിംഗ് റിങ്ങിൽ പോയി ആരെങ്കിലും ഇടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ പോസ്റ്റ് ഇട്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ കൈയടിച്ചത്. ഇത് ബോക്സിംഗ് റിംഗ് അല്ല.
ഇത് ബിഗ് ബോസ് ഷോ പോലുള്ള റിയാലിറ്റി ഷോയിൽ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പിട്ട് അവിടെ ഒരു തെണ്ടിത്തരം കാണിച്ചിട്ട് അതിനെ മാസാക്കി പറയുന്നതല്ലോ. അതാണ് ഞാൻ ഒരു 5 പൈസയുടെ വിവരം പോലും ഇല്ലാത്തത് കൊണ്ടാണ് റോക്കി ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എനിക്കിങ്ങനെ തിരിച്ചു കയറാൻ പറ്റുമോ എന്നുള്ളത്. മനസ്സിലായോ? എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഞാൻ ഇടിച്ചപ്പോഴോ എടുത്തപ്പോഴോ ഒന്നുമല്ല, ഇപ്പോഴും ഇവിടെ വന്ന് ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഒരു തവണ പോലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് റോക്കി പറഞ്ഞിട്ടില്ല. അത് ഞാൻ എൻ്റെ മാസമാണ്, എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇടിച്ചതൊരു മാസമായിട്ട് ഇപ്പോഴും കൊണ്ടുനടക്കുന്ന കുറെ PR-കൾ വന്ന് അവരുടെ കുറെ സപ്പോർട്ടല്ലാതെ ഈ പറഞ്ഞ വേറെ ഒന്നുമില്ല. മനസ്സിലായോ? 15 ദിവസമേ ഉള്ളൂ. ആരെങ്കിലും അങ്ങ് ഹ്യൂജായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സമയമൊന്നും ആയില്ല. റോക്കി ആ ഒരു ഇൻസിഡന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ റോക്കി നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് പലതവണ നിങ്ങൾ ശ്രമിച്ചായിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട്. ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും വരുന്നത്? എനിക്ക് ചിരിയാണ് എനിക്ക് വരുന്നത്, ഞാൻ തിരിച്ചു കയറാൻ പോകുന്നു എന്നുള്ളത്. അപ്പൊ റോക്കി ഇത്രയും മനസ്സിലാക്കുക, ബിഗ് ബോസിന് തിരിച്ചു കയറാൻ വേണ്ടി താങ്കൾക്ക് 1% പോലും യോഗ്യനല്ല നിങ്ങൾ എന്നുള്ളതാണ്. അവരെ കേട്ടത്തുമില്ല. ഇനി ആരൊക്കെ പ്രശ്നം, ഈ ബിഗ് ബോസ് വീട് ഇടിഞ്ഞു വീണാലും ശരി ഇങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ 100% ഉറപ്പായിട്ട് മറ്റൊരു കാര്യമുണ്ട്, സിജോ ജോൺ തിരിച്ചു വന്നിരിക്കും. അതിനൊരു മാറ്റമില്ല. ഞാൻ പറയും, നമ്മളെക്കാൾ ഉപരി ഇതിപ്പോൾ ആഗ്രഹിക്കുന്നത് ആരാണ്? ബിഗ് ബോസ് ആണ്. നമുക്ക് വീണ്ടും കാണാം. ജയ്.